നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അതാത് പാർട്ടിക്കുള്ളിൽ തന്നെ. പക്ഷേ പുറത്തുനിന്നുള്ള പ്രൊഫഷണലുകൾക്കും തിരഞ്ഞെടുപ്പ് ഏജൻസികൾക്കും കാര്യമായ റോൾ ഉണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. കോൺഗ്രസ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരസ്യമായ വീതം വെപ്പുകളോ ചർച്ചകളോ ഇത്തവണ കോൺഗ്രസിലില്ല. പാർട്ടി തല ചർച്ചകളിലാണ് തീരുമാനം. അതേസമയം പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും ഇടയിൽ സർവേ നടത്തി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലിന്റെ ടീം രംഗത്തുണ്ട്. ഓരോ മണ്ഡലത്തിലും 30 പേരെ പരിഗണിച്ച് കഴിഞ്ഞ വർഷം പകുതിയോടെ അത് തുടങ്ങിക്കഴിഞ്ഞു. 2-3 പേരുള്ള പട്ടിക വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡിന് കൈമാറും. മധുസൂദനൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി 13-14 തീയതികളിൽ കേരളത്തിലെത്തുമ്പോൾ ഈ പട്ടിക കൈവശമുണ്ടായേക്കാം. കേരളത്തിലും ഡൽഹിയിലും നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ശക്തമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനത്ത് ഏജൻസികളുടെ ആവശ്യമില്ലെന്നും വാദിക്കുന്ന നേതാക്കളുമുണ്ട്. CPM-ലേക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ബാഹ്യമായ ഏജൻസികളില്ല. പാർട്ടി തലത്തിൽ നടക്കുന്ന അഭിപ്രായ ശേഖരണം നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കും. മുഖ്യമന്ത്രിക്ക് ഓരോ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ടെന്നും ഏജൻസികൾക്ക് അതിൽ പങ്കുണ്ടെന്നും കരുതുന്നവർ നേതൃത്വത്തിലുണ്ട്. CPM-ൽ സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കമിടുന്നത് ജില്ലാ ഘടകങ്ങളിലാണ്. പേരുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയിലും അന്തിമമാക്കിയ ശേഷം കേന്ദ്ര കമ്മിറ്റി അനുമതിയോടെ പ്രഖ്യാപിക്കും. അതിനു മുമ്പും നിയോജകമണ്ഡല കമ്മിറ്റികൾ വിളിച്ച് അറിയിക്കും. CPI-ലും സമാന രീതി തന്നെയാണ് തുടർന്നത്. BJP-യിലേക്ക് നോക്കുമ്പോൾ മണ്ഡല പഠനത്തിലും സ്ഥാനാർത്ഥി നിർദ്ദേശത്തിനുമായി വഹാരി അനലിസ്റ്റുകളുടെ സേവനം BJP തേടുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനം തുടങ്ങിയ അവർ പ്രാഥമിക പട്ടിക നേതൃത്വത്തിന് സമർപ്പിച്ചു. പാർട്ടി പരിഗണിക്കുന്നതിലും വ്യത്യസ്തമായ പേരുകളാണ് മിക്കപ്പോഴും സ്ഥാപനം നിർദ്ദേശിക്കാറുള്ളത്. ഉദാഹരണത്തിന് പാലക്കാട്ടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് നടൻ ഉണ്ണി മുകുന്ദനെയാണ്. ഏജൻസി നിർദ്ദേശിക്കുന്ന പേരുകൾ ഉൾപ്പെടെ നേതൃത്വം ചർച്ച ചെയ്തു പാനലിലാക്കി കേന്ദ്ര നേതൃത്വം സമർപ്പിച്ചു. ഡൽഹിയിൽ നിന്നാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് BJP-യുടെ രീതി.